മാന്യപ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കാശി വിശ്വനാഥനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇറങ്ങിയ സമയത്ത് ഗംഗയോട് ചേർന്നിട്ടുള്ള ബോട്ടിങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും കാശി വിശ്വനാഥനെ സന്ദർശിക്കുന്നതിന് മുമ്പ്, ഭഗവാനെ സന്ദർശിക്കുന്നതിന് മുൻപ് കാലഭൈരവനടക്കമുള്ള, നമ്മൾക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അഷ്ടദിക്പാലകരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാശിയിലത് ഭൈരവന്മാരാണ്. ഈ ഭൈരവന്മാരാണ് അഷ്ടദിക്പാലകന്മാരുടെ ബദലായിട്ടുള്ള ക്ഷേത്രപാലകന്മാർ. അപ്പോൾ അവരെ ദർശിച്ചിട്ട് വേണം ഭഗവാനെ കാണാൻ പോകണം എന്നുള്ളതാണ് ഒരു സിസ്റ്റം ഇവിടുത്തെ. പക്ഷേ എനിക്ക് നാളെ തിരിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ കാശിയിലേക്ക് നേരിട്ട് പോവാണ്. ഭൈരവന്മാരോട് ഞാൻ മനസ്സുകൊണ്ട് സമ്മതം ചോദിച്ചു എന്നുള്ളത് ആ ഒരു വിശ്വാസം, അങ്ങനെ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. കാരണം അറിയാമല്ലോ, നമ്മൾ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ നമുക്ക് വരുമല്ലോ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അറിയാം. എന്നിരുന്നാലും എന്തായാലും ഇപ്പം ഇന്നത്തോടുകൂടി ഇവിടെ നിന്ന് കാശിയിൽ നിന്ന് പോകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഭൈരവസ്വാമിയുടെ അടുത്ത് പോകുന്നില്ല. ഭൈരവസ്വാമിമാർ അറിഞ്ഞുകൊണ്ട് ക്ഷമിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി പോകാൻ വരുന്ന ആളുകൾ അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഗംഗയിൽ നിന്ന് തോണി കയറി അക്കരെ ചെന്ന് കാലഭൈരവൻ എന്ന് കേട്ടിട്ടില്ലേ? കാലഭൈരവൻ്റെ പെർമിഷൻ വാങ്ങണം നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗംഗയുടെ തീരത്തോട് ചേർന്ന് ഇങ്ങനെ നടന്നാൽ മതി. ഏകദേശം 1 കിലോമീറ്ററിന് മേലെ, 1.5 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കാശിയിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം. ഭഗവാന് ഇന്ന് ഭയങ്കര തിരക്കുണ്ടെന്നാട്ടാ പറഞ്ഞ്. അപ്പം 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അയോധ്യയുടെ ഉള്ളിലേക്ക് എത്തുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് അവിടെ സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈലും മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് പറ്റാഞ്ഞത്. മറ്റുള്ള ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. മാത്രമല്ല ഇന്നലെ പിന്നെ അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട് കേട്ടോ വാരണാസിയിലേക്ക്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളുണ്ട്. അയോധ്യയിൽ നിന്ന് ശരിക്ക് വാരണാസിയിലേക്ക് വരുമ്പോൾ ട്രെയിനിന് വരികയാണ് നല്ലത്. ഞാൻ കുംഭമേള സ്നാനത്തിന് ശേഷം, ത്രിവേണി സ്നാനത്തിന് ശേഷം ഞാൻ ബസ് പിടിച്ചിട്ടാണ് അയോധ്യയിലേക്ക് പോയിരുന്നത്. പക്ഷേ ബസ് 155 കിലോമീറ്റർ ഉള്ളൂ, 155 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ബസ് ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് 6.5 മണിക്കൂർ 7 മണിക്കൂറോളം എടുത്തു. അങ്ങനെ 11:30 മണിക്ക് കയറിയിരുന്ന ഞാൻ ഏകദേശം 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30, 8 മണിക്കൂറോളം എടുത്തു കേട്ടോ. പിന്നെ ഞാൻ തനിയെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അയോധ്യയിലൊരു സിംഗിൾ റൂം എടുക്കുക ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ സരയൂവിൽ പോയിട്ട് സ്നാനം ചെയ്തു. സരയൂവിലെ സ്നാനം കുറച്ചൊക്കെ ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ, പൂർണ്ണമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീഡിയോയുടെ ശ്രദ്ധയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് പോവും, വീഡിയോയിലേക്ക് പോകുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ മൊബൈൽ എപ്പോഴെങ്കിലൊക്കെ ഓൺ ചെയ്യലുള്ളൂ. പിന്നെ ഫുൾ ടൈം ഓഫാക്കി വെക്കലാണ്. കാരണം നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് അർപ്പിച്ചിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരുവിധ സൗകര്യവും ആയിട്ടൊന്നും അല്ല വന്നത്. ഇപ്പോൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളെ ഈ പോണ റൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ കുഞ്ഞറിവിൽ, എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ ഉള്ള കാര്യങ്ങൾ, എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഓരോരുത്തരെ ഭഗവാൻ തന്നെ നമ്മളെ കണ്ടുമുട്ടിക്കും എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും പിന്നെ ഇന്നിപ്പോൾ ഗൂഗിളിൽ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് അതിലൂടെയൊക്കെയുള്ള കുഞ്ഞു അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാനും ഇത് കൃത്യമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ സ്നാനം കഴിഞ്ഞിട്ട് വേണം ഭഗവാനെ കാണാൻ പോകാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നടന്നതിന് ശേഷം സ്നാനത്തിന്
ഇറങ്ങാമെന്നാണ് കരുതുന്നത്. സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തി നമ്മൾ കാശിയിൽ ഭഗവാനെ കാണാൻ വരുമ്പോൾ കയ്യിലൊന്നും കരുതരുത് എന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്. കാരണം കാശിയിൽ നമ്മൾ ഒരുവിധ ടെൻഷനും പാടില്ല, ഒരുവിധ ബേജാറുമില്ലാതെ വേണം നമ്മൾ ഭഗവാനെ ദർശിക്കാൻ. അത്തരത്തിൽ ആകുമ്പോൾ നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ കാശ് പോലും വസ്ത്രം പോലും വളരെ മിതമായിട്ട് യാതൊരുവിധ ടെൻഷനും വരാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളും കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ ആവണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അത് പാലിക്കാൻ പറ്റിയില്ല. കാരണം മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ കുറച്ച് ദൃശ്യങ്ങളെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം അത് भगवान बेटा तुम्हारी सदा अवघड़ बाबा काशी क्या वीडियो नहीं मैं बाबा अवघड़ सदा तेरा बेटा घोरी अफसर बनेगा। आज अपने बेटा के नाम से जय भोलेनाथ। भोजन के लिए आज 5 महात्मा भूखे जा रहे हैं, जो तेरे बेटा के नाम से महात्मा भोजन हो गया। सर हो गया 100 नहीं 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 ഒരു സ്വാമിയെ ഒരു സ്വാമിയെ കണ്ടുമുട്ടിയതാട്ടോ. ഇവിടെ ഏതാണ് ചില നമുക്കറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാലും ചില ഭാഷ തട്ടിപ്പ് എന്നുള്ളത് ഉപയോഗിക്കാനും പറ്റില്ല ഭഗവാന്റെ സന്നിധി ആയതുകൊണ്ട്. ഒട്ടേറെ ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളടുത്തോട്ട് വരും. അപ്പോൾ അവർ പല രീതിയിലുള്ള ആശീർവാദങ്ങൾ, പിന്നെ മാജിക്കാണ് ഇവരുടെ മെയിൻ ആക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഒരു ഫ്ലവർ നമ്മുടെ കയ്യിൽ തരും. ഇപ്പം എന്നോട് ചെയ്തതാണ് ഇട്ടത്. ആ ഫ്ലവർ പിന്നെ നമ്മളിത് കൈ തുറന്ന് നോക്കുന്ന സമയത്ത് അത് ഒരു രുദ്രാക്ഷമായി മാറുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള മാജിക് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് കാശ് വാങ്ങലാണ്. ഞാൻ പിന്നെ അതെനിക്ക് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയ കുറേ ചില്ലറകൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, 10ഉം 20ഉം ഒക്കെ ആയിട്ട്. അപ്പോൾ അത് 10 രൂപ കൊടുത്തപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്തായാലും കരുതി ഇനിയിപ്പോൾ പുള്ളിയുടെ ഒരു ഇത് വേണ്ട 500 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ 50 രൂപ കൊടുത്തൊരു 0 കട്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന പോലെ ഞുണുക്ക് വിദ്യകളായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. പുള്ളി ചെയ്തത് കൃത്യമായിട്ടും മാജിക്കാണ് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ മാജിക്കിൻ്റെ ജന്മസ്ഥലമാണ് ഞങ്ങളുടെ നാട് എന്ന് പറയാം. അതായത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് എൻ്റെ ഒരു റിലേഷൻ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും വീട് തൊട്ടടുത്താണ്, ഒരേ വാർഡിലാണ്. ഒരു 2 മിനിറ്റ് പോലും ദൂരം ആവശ്യമില്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം പിന്നെ നമ്മളും തന്നെ വീടൊക്കെ വേറെ മാറി, പുള്ളി തിരുവനന്തപുരത്ത് സെറ്റിൽഡായി. എന്നിരുന്നാലും പുള്ളിയുടെ ബാക്കിയുള്ള ആളുകളൊക്കെ, അതായത് അമ്മയും ഇവർ 5 മക്കളാണ്, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അടക്കം, ഒരു പെണ്ണും 4 ആണുങ്ങളും. അപ്പോൾ ആ 4 ആണുങ്ങളിൽ ഗോപിയേട്ടൻ മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാജിക്കിൻ്റെ നാട്ടിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങളൊക്കെ ഈ മാജിക്ക് എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ്റെ പിറകെ നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കുണുക്ക് വിദ്യകളൊക്കെ നമുക്കും അറിയാം. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പുള്ളി ആ ഫ്ലവർ മാറ്റിയിട്ട് രുദ്രാക്ഷമാക്കി മാറ്റിയത്. അപ്പോൾ അതിൽ വീണ് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവർ നമ്മളെ ബലമായി തടഞ്ഞു നിർത്തുന്ന പോലെ തന്നെ നിർത്തിയിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിപ്പോൾ ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. അവരതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അഘോരി സന്യാസിമാരുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ പേരും അവരുടെ വേഷമൊക്കെ എടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം. കാരണം ഒരിക്കലും ഒരു യഥാർത്ഥ അഘോരി സന്യാസിയോ അതല്ലെങ്കിൽ നാഗസന്യാസിമാരോ ഒന്നും ഇതുപോലെ മാജിക്ക് കാണിച്ചുകൊണ്ട് കാശ് വിരിക്കാൻ വേണ്ടി വരില്ല. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മാജിക്കുകൾ കണ്ടിട്ട് നമ്മളതിൽ വീണ് പോരുത് എന്നുള്ളതാണ്. ഇതാണ് കാശിയിലേക്ക് നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമല്ല, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഞാൻ ട്രെയിൻ ഇറങ്ങിയത്. പിന്നെ ഇവിടെ
കൊച്ചിൻ സത്രം എന്ന് പറയുന്ന ഒരു സത്രംകാരൻ നമ്മുടെ കൊച്ചിനിലുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ വാരണാസി തന്നെ ജോലി ചെയ്യുന്ന ഒരു ശങ്കർജി ഉണ്ട്, ഈ സത്രമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന. അപ്പോൾ ശങ്കർജിയെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ സത്രത്തിലാണ് സ്റ്റേ ചെയ്തത്. പുറമെ സ്റ്റേ ഞാൻ നോക്കി, കാരണം പുലർച്ചെ മണിക്ക് എത്തിയത് കൊണ്ട് ഈ സത്രം നടത്തിപ്പുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പുറത്ത് ഹോട്ടൽ സ്റ്റേ നോക്കി. പക്ഷേ ഹോട്ടൽ സ്റ്റേ ഒക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. പിന്നെ ഇന്ന് രാവിലെ 7-8 മണിയോടുകൂടി കുറച്ച് നേരം അധികം കിടന്നുറങ്ങിയിട്ട് റിലാക്സ് ചെയ്ത് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ സ്നാനം ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്നാനത്തിന് ശേഷം വേണം ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ സ്നാനത്തിൻ്റെ സ്ഥലത്തൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഭഗവാന്റെ അടുത്തെത്തി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഈ പള്ളിയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞാൻ സ്നാനത്തിന് ശേഷം ഭഗവാനെ കാണാൻ പോവാം എന്ന് ധരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. അത് കണ്ടില്ല, ഓരോരുത്തർ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴികളൊക്കെ കാണാം. എന്തായാലും ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾക്ക് വ്യത്യസ്ത ലോകത്തുള്ള വിശ്വാസികൾ, ഭാഷാ പ്രശ്നമല്ല, ഭക്ഷണം പ്രശ്നമല്ല, സംസ്കാരം പ്രശ്നമല്ല, എല്ലാം ഒരേ ഒരു ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ടുള്ള വരവാണ് ഈ കാശിയിലേക്കൊക്കെയുള്ള വരവ്. ഇത് കണ്ടോ, പൂർണ്ണമായിട്ട് സ്നാനം ചെയ്യുന്ന സ്നാനഘട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി സ്നാനം കഴിഞ്ഞിട്ട് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി കയറട്ടെ. അവന് അവസരം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ഇടാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അറിയാലോ, ഇവിടെ നമ്മുടെ മനസ്സും നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ വീഡിയോയുടെ പിറകിലൂടെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. എന്തായാലും ഇത്രയും നേരം എൻ്റെ എളിയ വാക്കുകൾ കേട്ട എല്ലാ വിശ്വാസികൾക്കും മഹാദേവൻ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം, ഹര ഹര മഹാദേവ്.